എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്നലെ 1/7/2026 നടത്തിയ LGS ലെവൽ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 62/2026. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. BC AD. ഗദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. വർഷം 1913. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. 1916. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. 1919 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. 1923. ഇങ്ങനെയാണ് ക്രമം വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി A and D. ഗദർ പാർട്ടി ലാല ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ ബി A and C. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പ്രസ്താവനയിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആൻഡ് സി. ഈ 2 പ്രസ്താവനകളാണ് തെറ്റായ പ്രസ്താവനകൾ. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി DA BC. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. 1930 ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. 1936 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. 1943 റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. 1946. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ഡി ഇവരൊന്നുമല്ല. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. ഓപ്ഷൻ ഡി DAB. സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ ബി ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി D and A. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. 1970 ഏപ്രിൽ 19 മംഗൾയാൻ വിക്ഷേപിച്ചത്. 2012 ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ABC. ഈ 3 പ്രസ്താവനകളുമാണ് തെറ്റായ പ്രസ്താവനകൾ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി A and C. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഓപ്ഷൻ A R വെങ്കിട്ടരമണി. 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്. ഓപ്ഷൻ A ജ്ഞാനേഷ് കുമാർ. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ഓപ്ഷൻ സി ബഹുമതികൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? ഓപ്ഷൻ ഡി US ഭരണഘടന.
ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി 51A. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി 7-ാം പട്ടിക. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ ഡി 1ഉം 2ഉം മാത്രം ശരി. ഏഷ്യാ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേയറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ഓപ്ഷൻ എ സിന്ധു. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഓപ്ഷൻ ബി 82°30'. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഓപ്ഷൻ എ അലഹബാദ് മുതൽ നൈനി വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി പറവൂർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി പറവൂർ. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1 മാത്രം, മീൻവല്ലം, തുഷാരഗിരി, സീതാർകുണ്ട്. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഭാരതപ്പുഴ, കടലുണ്ടി, വളപ്പട്ടണം, ചാലിയാർ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ എ 1 and 4 എന്നിവർ. AK ആന്റണി, VK കൃഷ്ണമേനോൻ. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി നിലമ്പൂർ, ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി സർക്കസ്. താഴെ പറയുന്നവയിൽ നിന്നും ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രിഫേണിയെ ആനമുടി ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ സി AK ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ബി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1998 മെയ് 17. കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കൊല്ലം. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? ഓപ്ഷൻ സി യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷമേത്? ഓപ്ഷൻ സി 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ സി അമർത്യ സെൻ. ചേരുംപടി ചേർക്കുക.
ഓപ്ഷൻ ബി 1C 2D 3A 4B. പ്രത്യക്ഷരക്ഷ ദൈവസഭ, പൊയ്കേൽ യോഹന്നാൻ, ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദൻ, അരയ സമാജം, KP കറുപ്പൻ, യോഗക്ഷേമസഭ, VT ഭട്ടതിരിപ്പാട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ഓപ്ഷൻ ഡി KG ശങ്കരപിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി AP അനിൽകുമാർ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരമാരാണ്? ഓപ്ഷൻ സി മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസാക്കിയ വർഷമേത്? ഓപ്ഷൻ ഡി 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഫുട്ബോൾ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ വീയപുരം. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ V നാരായണൻ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു, ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു, ഇലാസ്തികയുള്ളതും കട്ടിയുള്ളതുമായ ഭിത്തി, ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കരയിനമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ഗിരിജ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ തിരുവനന്തപുരം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം? ഓപ്ഷൻ സി നിശബ്ദ വസന്തം. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഡോക്ടർ ഖാദർ വാലി. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? ഓപ്ഷൻ ഡി ബ്രസീൽ. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ? ഓപ്ഷൻ ബി പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം? ഓപ്ഷൻ സി ശൂന്യത. കൂട്ടത്തിൽപ്പെടാത്തത് ദൂരം, സ്ഥാനാന്തരം, സമയം, മാസ്? ഓപ്ഷൻ ബി സ്ഥാനാന്തരം. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. ഉയർന്ന കലോരിക മൂല്യമുള്ള ഇന്ധനം? ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം? ഓപ്ഷൻ ബി ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ഓപ്ഷൻ എ നാസ, ISRO. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഓപ്ഷൻ എ ഈഡിസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഓപ്ഷൻ ബി അനോഫിലിസ് കൊതുക്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? ഓപ്ഷൻ സി അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി അമിതമായി ഉപ്പ് കഴിക്കുക.
2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ സി 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഓപ്ഷൻ ബി UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഓപ്ഷൻ ബി റെസ്പി ഫ്രഷ് TR മരുന്ന്. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 81 ഓപ്ഷൻ ബി -50. 82 ഓപ്ഷൻ ഡി 42. 83 ഓപ്ഷൻ സി 125. 84 ഓപ്ഷൻ ബി 13 മീറ്റർ. 85 ഓപ്ഷൻ എ 3/5, 5/8, 2/3. 86 ഓപ്ഷൻ എ 81 സെൻറ്റിമീറ്റർ സ്ക്വയർ. 87 ഓപ്ഷൻ ഡി 33. 88 ഓപ്ഷൻ എ 720. 89 ഓപ്ഷൻ ബി 11.521. 90 ഓപ്ഷൻ ഡി 14 സെക്കൻഡ്. 91 ഓപ്ഷൻ ബി 4529. 92 ഓപ്ഷൻ എ 45. 93 ഓപ്ഷൻ ബി 6174. 94 ഓപ്ഷൻ സി 40. 95 ഓപ്ഷൻ ഡി വൃത്തം. 96 ഓപ്ഷൻ എ 14. 97 ഓപ്ഷൻ സി 2431. പരുത്തി, നൂൽ, നെയ്ത്ത്, വസ്ത്രം. 98 ഓപ്ഷൻ ഡി വെള്ളം. 99 ഓപ്ഷൻ ബി 5. 100 ഓപ്ഷൻ എ 4. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.